DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് 2025 അധ്യയന വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ കേരളത്തിനകത്തുള്ള സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പഠിച്ചവരായിരിക്കണം. 2025 വർഷത്തെ ഡിഗ്രി, PG, പ്രൊഫഷണൽ ഡിഗ്രി, പ്രൊഫഷണൽ PG, TTC, ITI, പോളിടെക്നിക്, ജനറൽ നഴ്സിംഗ്, B.Ed, മെഡിക്കൽ ഡിപ്ലോമ തുടങ്ങിയ കോഴ്സുകൾ ആദ്യ ചാൻസിൽ തന്നെ പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് ധനസഹായം നൽകുന്നത്. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെ ലഭ്യമായ റിസൾട്ടുകളാണ് അപേക്ഷയുടെ അടിസ്ഥാനം. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഫെബ്രുവരി 16 വൈകിട്ട് 5 വരെ സ്വീകരിക്കും. അംഗങ്ങൾ ഫോറം ഇയിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോമിന്റെ മാതൃകയും മാനദണ്ഡങ്ങളും www.agriworkersfund.org ലഭിക്കും. അപേക്ഷകൾ യൂണിയൻ പ്രതിനിധികൾ മുഖേന സമർപ്പിക്കണം. അടുത്ത അറിയിപ്പ്, ഫെബ്രുവരി 12 ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുത നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക, പൊതുമേഖലാ ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫെബ്രുവരി 1 മുതൽ KYC നടപടികൾ പൂർത്തിയാക്കാത്ത ഫാസ്ടാഗുകൾ പ്രവർത്തനരഹിതമാക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു വാഹനം ഒരു ഫാസ്ടാഗ് എന്ന നയം കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ടോൾ പ്ലാസകളിൽ ഇരട്ടി തുക നൽകേണ്ടി വരികയോ ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തേക്കാം. അടുത്ത അറിയിപ്പ്, ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനയാത്ര നടത്തിയവരിൽ നിന്നും പോലീസ് ഒരാഴ്ചക്കിടെ ഈടാക്കിയത് 2 കോടിയിലധികം രൂപയാണ്. 7 ദിവസത്തിനുള്ളിൽ 2,55,97,600 രൂപയാണ് പിഴ ഈടാക്കിയത്. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 50,969 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. 1,19,414 ഇരുചക്ര വാഹനങ്ങളാണ് ഹെൽമറ്റ് ഓൺ സേഫ് റൈഡ് എന്ന ഒരാഴ്ചത്തെ സ്പെഷ്യൽ ഡ്രൈവിൽ പരിശോധിച്ചത്. കേരള പോലീസിന്റെ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗമാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത്. ഗതാഗത നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശുഭയാത്ര ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗത്തെ അറിയിക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. 9747 എന്ന നമ്പറിൽ ഗതാഗത നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കും. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗം PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ ഫെബ്രുവരി 13 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാം. സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ അർഹർക്ക് ഇത് സമർപ്പിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.